السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ, മറ്റു ഉസ്താദുമാർ, വേദിയിലും സദസ്സിലുമുള്ള മുതഅല്ലിം സുഹൃത്തുക്കളെ, കുഞ്ഞനുജന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ മഹനീയമായ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സമസ്ത അപരാധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ നാമാക്കി വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ പലരും ഇന്ന് ആറടി മണ്ണിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മണ്ണറകളെല്ലാം മണയറയാക്കി പരിവർത്തിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. നാം ഇവിടെ നിലകൊള്ളുന്നത് മഹത്തായ മുനവ്വറുൽ ഇസ്ലാം സാഹിത്യ സമാജവും ഈ സ്ഥാപനത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മുഫാസ് അസോസിയേഷനും ചേർന്ന് നടത്തുന്ന മദ്ഹു റസൂൽ സംഗമം കഴിഞ്ഞുള്ള സീറത്തുൻ നബി സമ്മേളന വേദിയിലാണ്. സീറത്തുൻ നബി സമ്മേളനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രമാണ്. അതാണ് സീറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രങ്ങളെ പറ്റി മുമ്പ് വന്ന ഒരുപാട് പ്രഭാഷകന്മാർ നമ്മുടെ മുന്നിലേക്ക് ഉണർത്തി തന്നു. നമുക്ക് അറിയാം, ലോക ചരിത്രത്തിൽ ലോകത്തിന്റെ ഗതി മാറ്റിമറിച്ച ആൽബൻസ്റ്റീനെ കുറിച്ചും ചെഗുവേരയെ കുറിച്ചും നെപ്പോളിയനെ കുറിച്ചും അങ്ങനെ ഒരുപാട് പേരെ, ഹിറ്റ്ലറിനെ കുറിച്ചും ഒക്കെ നമുക്ക് അറിയാം. അവരെല്ലാം ആ കാലഘട്ടത്തിന്റെ ഒരാൾക്കാർ മാത്രമായിരുന്നു. എന്നാൽ നമ്മുടെ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ഇന്ന് നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ജനഹൃദയങ്ങളിൽ ഒരു വെമ്പൽ വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നബി മാത്രമായിരുന്നില്ല, ഒരു അധ്യാപകനായിരുന്നു. ഒരു വാപ്പ എങ്ങനെയാകണമെന്ന് കാണിച്ചു തന്ന വ്യക്തിത്വമായിരുന്നു. ഒരു മകൻ എങ്ങനെയാകണമെന്ന് കാണിച്ചു തന്ന വ്യക്തിത്വമായിരുന്നു. ഒരു കൂട്ടുകാരൻ എങ്ങനെയാകണമെന്ന് കാണിച്ചു തന്ന വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, സ്വഹാബത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കാഫിറിന്റെ മയ്യത്ത് അതുവഴി കൊണ്ടുപോകുന്നത് കണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അവിടെ ഇരുന്ന സഹാബത്ത് ചോദിച്ചു, അള്ളാന്റെ റസൂലേ, ഇതൊരു കാഫിറിന്റെ മയ്യിത്തല്ലേ, അങ്ങ് എന്തിനാണ് പിന്നെ എഴുന്നേറ്റ് നിന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, അത് കാഫിറിന്റെ മയ്യിത്താണ്, അതൊരു ജൂതന്റെ മയ്യിത്താണ്, എന്നാലും അതൊരു മനുഷ്യനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ഉണർത്തി കൊടുക്കുകയാണ് ചെയ്തത്. നാം ഈ ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഇന്ന് വേഷത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും തമ്മിൽ തല്ലുന്ന മനുഷ്യർ, ഈ ചരിത്രം ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും സ്നേഹിച്ച് ഒത്തൊരുമയോടെ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിത്വമാണ്. അതുപോലെ നാം നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സംഗമത്തിന് എൻ്റെ പേരിലും മുനവ്വറുൽ ഇസ്ലാം സാഹിത്യ സമാജത്തിന്റെ പേരിലും DKSF മന്നാനിയ യൂണിറ്റിന്റെ പേരിലും എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.